ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ ഇന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായമാണല്ലോ നാം വായിച്ച് ധ്യാനിക്കുന്നത്. അവിടെ സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ചില ആളുകൾ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നീഗർ എന്ന് പറഞ്ഞാൽ കറുത്തവൻ എന്നാണ് അർത്ഥം. നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശീമോൻ, അദ്ദേഹം നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് ചുമന്ന ശീമോനാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതല്ല, 72 അറിയിപ്പുകാരിൽ ഒരുവനായിരുന്നുവെന്നും അഭിപ്രായമുള്ള വേദപണ്ഡിതന്മാരുണ്ട്. ലൂക്കിയോസ് വിശുദ്ധ പൗലോസിൻ്റെ ഒരു ബന്ധുവായിരുന്നെന്നും പറയപ്പെടുന്നു. അവരെ കൂടാതെ മനായേലും അന്ത്യോക്യയിൽ പ്രസിദ്ധരായ പ്രവാചകരും ഉപദേഷ്ടാക്കളും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയിൽ ദൈവത്തിൻ്റെ വെളിപാടുണ്ടായി. ആരെ എവിടെയെല്ലാം സഭയിൽ നിയമിക്കണമെന്ന് നിശ്ചയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് അപ്പോസ്തലന്മാർ അവിടെ മേൽ കൈവെപ്പ് നൽകുന്ന ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവർ അയക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇവിടെ വ്യക്തിപരമായി ആരും ഒരു അവകാശവും ഇവിടെ ഉന്നയിക്കുന്നില്ല. എല്ലാം പരിശുദ്ധാത്മ പ്രേരിതമായി ചെയ്യുന്നത് കൊണ്ട് സകല മഹത്വവും പരിശുദ്ധാത്മാവിനാണ് ആദിമസഭ നൽകിക്കൊണ്ടിരുന്നത്. സെലൂക്കിയ അന്ത്യോക്യയുടെ ഒരു തുറമുഖ പട്ടണമായിരുന്നു. പൗലോസ് ശ്ലീഹായുടെ 1-ാം മിഷനറി യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. 3 മിഷനറി യാത്രയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിൽ 1-ാമത്തെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ കൂടെ ഉണ്ടാകുന്ന യോഹന്നാൻ ശുശ്രൂഷകനായി പ്രവർത്തിക്കുകയാണ്. മാനസാന്തരപ്പെടുന്നവരെ സ്നാനം കഴിപ്പിക്കുന്ന ജോലിയാണ് അദ്ദേഹം പ്രധാനമായി ചെയ്തിരുന്നതെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി മുതൽ നമ്മൾ ശൗലിനെ അപ്പോസ്തലനായ പൗലോസ് എന്ന ഗ്രീക്ക് പേരിലാണ് ഇനിയും നമ്മൾ അറിയപ്പെടുക. ഇതുവരെ ശൗൽ എന്ന പേരിലാണെങ്കിൽ ഇനിയും അത് പൗലോസ് എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയാണ്. കാരണം അത് റോമാ പൗരനാണല്ലോ അദ്ദേഹം. റോമൻ പേരാണ് പൗലോസ് എന്നുള്ളത്. റോമൻ ലോകവുമായി അദ്ദേഹം ഇനിയും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വെച്ച് പൗലോസ് ശ്ലീഹ പാഫോസിലെത്തുമ്പോൾ എലിമാസ് എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയുടെ പ്രവർത്തനം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് പൗലോസിൻ്റെ കയ്യാൽ വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചപ്പോൾ അന്നത്തെ നാടുവാഴിയായിരുന്ന സർഗിയസ് പൗലോസ് ക്രിസ്തുമതം സ്വീകരിക്കുന്നു. എലീമസിനെ പൗലോസ് ശ്ലീഹ ശപിച്ച അദ്ദേഹം ഒരു അന്ധനായിട്ട് മാറുന്നു. സത്യത്തിനും സത്യസഭയ്ക്കും എതിരായി പ്രവർത്തിക്കുന്നവനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പൗലോസ് കൊടുക്കുന്ന ചില പേരുകൾ ഇവിടെ വ്യക്തമാണ്. വഞ്ചനയും തിന്മയും നിറഞ്ഞവൻ, ആകൽക്കർസായുടെ മകൻ, സർവ്വനീതിയുടെയും ശത്രു, കർത്താവിൻ്റെ നേരായ വഴി തെറ്റിക്കുന്നവൻ. അവന് ലഭിച്ചതായ ശിക്ഷയായിരുന്നു അന്ധത. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും ദൈവത്തിനും സഭയ്ക്കും എതിരായിട്ട് നമ്മൾ ഓരോ വാക്കുകളും പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മളത് ഉപയോഗിക്കേണ്ടതാണ്. കാരണം പരിശുദ്ധ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക. അങ്ങനെ ആർക്കെങ്കിലും ശിക്ഷ ലഭിക്കാതിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്, അത് കൃപായുഗത്തിൻ്റെ പ്രത്യേകതയാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നീട് പൗലോസൊക്കെ അവിടുത്തെ സംഘാലയത്തിൽ ചെല്ലുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദീർഘമായൊരു പ്രസംഗം അദ്ദേഹം അവിടെ നടത്തുന്നുണ്ട്. 16 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. പൗലോസിൻ്റെ ആ പ്രസംഗത്തെ 3 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അദ്ദേഹം ആദ്യം പറയുന്നത് ചരിത്രപരമായ പ്രസ്താവനയാണ് 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ. രണ്ടാമത് അദ്ദേഹം പറയുന്നത് പ്രവാചകന്മാർ ആരെപ്പറ്റി മുന്നറിയിച്ചുവോ ആ ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ്. അവൻ്റെ ആ ക്രൂശ് മരണം, ഉയർപ്പ് മുതലായ സംഭവങ്ങളാണ്. അത് മുഖാന്തരമുണ്ടാകുന്ന രക്ഷയാണ് അദ്ദേഹം പറയുന്നത്.
മൂന്നാമത് അദ്ദേഹം പറയുന്നത് 26 മുതൽ ഈ രക്ഷ പ്രായോഗികമാക്കുവാനുള്ള ആഹ്വാനമാണ് 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പൊതുവെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൗലോസിൻ്റെ ആ സംഘാലയത്തിലെ വിഷയത്തിൻ്റെ അവതരണം അന്നവിടെ കൂടിയിരുന്ന യഹൂദന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരെ അടുത്ത ആഴ്ചയിൽ വീണ്ടും അടുത്ത ശാബത്തിൽ വീണ്ടും വരണം, വീണ്ടും പ്രസംഗിക്കണമെന്ന് പൗലോസ് ശ്ലീഹായോട് അവർ ആവശ്യപ്പെട്ട് അവിടുന്ന് വിടുന്നു. അതവർ ആവശ്യപ്പെട്ടതനുസരിച്ച് പിറ്റേ ശാബത്ത് ദിവസം പൗലോസ് ശ്ലീഹ അവിടെ ചെല്ലുന്നു. പക്ഷെ അന്നേരം ധാരാളം വിജാതീയരവിടെ വന്നുകൂടി. അവരെ കൂടെ വിജാതീയരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പൗലോസ് ശ്ലീഹ അവിടെ ഭംഗിയായിട്ട് പ്രസംഗിച്ചു. അപ്പം ഈ പരിച്ഛേദനക്കാർക്ക് അവരെ മാനിച്ചില്ല എന്നൊരു തോന്നലുണ്ടായി. കൂടാതെ വിജാതികളുടെ വലിയ സമൂഹം വന്ന് ചേർന്നതിലുള്ള അവരുടെ ആ അസ്വസ്ഥത അതവരെ വ്യക്തിദൂഷണത്തിലേക്കും ദൈവദൂഷണത്തിലേക്കും നയിക്കുന്നതായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് പൗലോസ് എന്തു ചെയ്തു? അദ്ദേഹം പറയുന്നു, ഒന്നാമത് ദൈവജനമായ നിങ്ങളോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചുമതല. ആദ്യ യഹൂദനും പിന്നെ യവനനും എന്ന ആ രീതിയിൽ അതിൻ്റെ ആ ഒരു നിർവഹണത്തിനാണ് ഞങ്ങളിവിടെ വന്നത്, നിങ്ങളോട് പ്രസംഗിച്ചതും. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കാത്തതിനാൽ മാത്രമല്ല നിങ്ങൾ ഞങ്ങളെ എതിർക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങൾ ഇനി നിങ്ങളുടെ അടുക്കൽ പ്രവർത്തിക്കുന്നില്ല, വിജാതിയുടെ അടുക്കിലേക്ക് ഞങ്ങൾ പോവുകയാണ്. നിത്യജീവനായി നിശ്ചയിക്കപ്പെട്ടവർ എന്ന വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെയും രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ യഹൂദന് വേണ്ടി മാത്രമല്ല സ്വർഗം, യഹൂദൻ മാത്രമല്ല ദൈവത്തിൻ്റെ ജനം. യഹൂദനെ ദൈവം തിരഞ്ഞെടുത്തത് അവനിലൂടെ ദൈവികമായ പദ്ധതി ലോകത്ത് നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അവരുടെ ഉത്തരവാദിത്വം അവർ അവകാശവാദമാക്കി മാറ്റി അവർ അധഃപതിച്ചുപോയി. ഞങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ ജനം, ഞങ്ങൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള അവകാശവാദത്തിലേക്ക് അത് പോയപ്പോഴാണ് ദൈവം അവരെ തള്ളി മറ്റൊരു സമൂഹത്തെ എടുക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? പൗലോസ് ഇതൊക്കെ പറഞ്ഞ് ജാതികളുടെ ഇടയിലേക്ക് തിരിഞ്ഞപ്പോൾ ജാതികൾക്ക് വലിയ സന്തോഷമുണ്ടായി. അവർക്ക് ആ ദൈവവചനം കേൾക്കുവാൻ വലിയ ആഗ്രഹമായിരുന്നു. കാരണം അവർ മറ്റ് ദേവന്മാരെയൊക്കെ സേവിച്ച് നടക്കുന്നവനാണ്. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് കേട്ടപ്പോൾ പെട്ടെന്ന് അവരുടെ ഹൃദയത്തെ അത് സ്വാധീനിച്ചു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞല്ലോ, ഉറങ്ങുന്നവനെ നമുക്ക് പെട്ടെന്ന് ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുക പ്രയാസമാണ്. അപ്പോൾ ഇവരെന്തു ചെയ്തു? അധികാരികളെയും അല്ലെങ്കിൽ അതിൽ ആ ഭക്തകളായ അല്ലെങ്കിൽ സമൂഹം അറിയപ്പെടുന്ന ചില സ്ത്രീകളെയൊക്കെ രംഗത്തിറക്കി ഇവർക്കെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അപ്പോസ്തലന്മാരിവിടെ ചെയ്യുന്നത് ഒരു വാദപ്രതിവാദത്തിനും അവരിവിടെ ഒരുങ്ങാതെ കൊണ്ട് അവർ അടുത്ത ഗ്രാമത്തിലേക്ക് കാലിലെ പൊടിയും തട്ടിക്കളഞ്ഞു പോവുകയാണ്. മത്തായി 10:14 മർക്കോസ് 6:11 ലൂക്കോസ് 9:5 കർത്താവ് സ്ത്രീയന്മാരെ അയക്കുമ്പോഴോട് പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവിടെ പാർക്കുവിൻ, നിങ്ങളുടെ സമാധാനം അവിടെകളിൽ വസിക്കട്ടെ. ആരെങ്കിലും നിങ്ങളെ തിരസ്കരിക്കുന്നെങ്കിൽ നിങ്ങളവിടെ ബലം പ്രയോഗിക്കേണ്ട, നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകുവിൻ. അപ്രകാരം പൗലോസും കൂടെയുള്ളവരൊക്കെ അവിടെ നിന്ന് മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോകുന്നതായ സംഭവമാണ് നമ്മളിവിടെ ഇവിടെ വായിക്കുന്നത്. ഇവിടെ സ്ത്രീഹന്മാർക്ക് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും മറുവശത്ത് ക്രിസ്തുമാർഗത്തിലേക്ക് ചേർന്ന് വന്ന ആളുകൾ അവർ നല്ല സ്ഥിരതയുള്ളവരും പരിശുദ്ധാത്മാവ് നിറവുള്ളവരുമായി അവിടെ സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് 13-ാം അധ്യായത്തിൻ്റെ രക്തച്ചുരുക്കം. പൗലോസ് ശ്ലീഹായുടെ ഒന്നാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നു. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ശക്തമായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ശൗൽ എന്ന പേരിന് പകരം പൗലോസ് എന്ന പേര് ഇനി മുതൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ മന്ത്രവാദവും അല്ലെങ്കിൽ ആഭിചാര ക്രിയകൾ മുഖാന്തരം അത്ഭുത പ്രവൃത്തികൾ പ്രവർത്തിച്ചവനെയൊക്കെ പൗലോസ് ശ്ലീഹായുടെ ശക്തിയാൽ അവൻ അന്ധനായി മാറുന്ന
എലീമാസ് എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പൗലോസിൻ്റെ സുദീർഘമായൊരു പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അറിവ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഭയെപ്പറ്റിയും ചരിത്രത്തെപ്പറ്റിയും അവരംഗീകരിക്കാതെ വന്നപ്പോൾ ജാതികളുടെ ഇടയിലേക്ക് ശ്രദ്ധ ഇത് കേന്ദ്രീകരിച്ചു പോകുന്നതായ ഒരു സാഹചര്യം, അവിടെ വഴക്കുണ്ടാക്കുകയോ ബലം പ്രയോഗിക്കുകയോ ഒന്നും അവരോട് വാദിക്കാനും തർക്കിക്കാനും ഒന്നും പൗലോസ് നിൽക്കുന്നില്ല. പൗലോസിനോട് അവർക്ക് വാദിച്ച് ജയിക്കാനാവത്തുമില്ല. എന്നാൽ അദ്ദേഹം അതിനൊന്നും ഇവിടെ മുതിരുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുക. കാരണം അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉദാത്തമായ ഒരു വലിയ ആത്മാവാണ്. അതിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കി സുവിശേഷം അറിയിക്കുവാനോ വാദത്തിനോ തർക്കം നിർത്തണമെന്നോ അവരൊരിക്കലും ഇത് തയ്യാറാവുകയില്ല. എന്ന സത്യം മനസ്സിലാക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മിലും പ്രവർത്തിക്കുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പൗലോസിനെ പോലെ പ്രസംഗിച്ച് സുവിശേഷം അറിയിക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒരു സുവിശേഷമാക്കി മാറ്റിക്കൊണ്ട് കർത്തനാമ മഹത്വത്തിനായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ അതിന് നമ്മെ മുഖാന്തരമാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു അനുഗ്രഹീതമായ ഒരു പകൽ ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.